പ്രിൻസിപ്പിൾസ് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ്. എന്താ പറയുന്നത് വെച്ചാൽ ഇൻഡിജീനിയസ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പണ്ട് വേദങ്ങൾ, അഥർവവേദം 3000 years എഗോ ആൻഡ് കൗടില്യ അർത്ഥശാസ്ത്ര, ഇതിലൊക്കെ പണ്ടത്തെ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. ദെൻ beginning of scientific forestry started when G. Hartig, a scientist, coined the term sustainable yield for preparing working plan for the management of forest. പിന്നീട് സയൻറ്റിഫിക് ഫോറസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് ഡൈട്രിച്ച് ബ്രാൻഡിസ് IG ഫോറസ്റ്റായി വന്നപ്പോൾ ജസ്റ്റ് സയൻറ്റിഫിക് ഫോറസ്ട്രി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഹാർട്ടിക് എന്ന് പറഞ്ഞ ആൾ സസ്റ്റൈനബിൾ ഈൽഡ് എന്നൊരു ടേം കൊണ്ടുവന്നു. ആൻഡ് ഓൾസോ പ്രിപ്പയർഡ് വർക്കിംഗ് പ്ലാൻ ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ്. അതായത് വർക്കിംഗ് പ്ലാൻ എന്ന് പറയുന്നത് ഈ സസ്റ്റൈനബിൾ ഈൽഡിൻ്റെ പ്രിൻസിപ്പിൾ വെച്ച് ബേസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് വർക്കിംഗ് പ്ലാൻ. A working plan gives full account of the physical patterns of the locality, composition of the forest and past history and past management details. ഇതൊക്കെ തരുന്ന അതൊരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് ഈ വർക്കിംഗ് പ്ലാൻ. ഇതുവരെ ചെയ്തിട്ടുള്ള മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങൾ, അതുപോലെ ലൊക്കാലിറ്റി, കോമ്പോസിഷൻ ഓഫ് ദി ഫോറസ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്ന ഒരു ഡാറ്റയാണ് വർക്കിംഗ് പ്ലാൻ. ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ പ്ലാൻ ഓഫ് ഓപ്പറേഷൻ ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ഫോറസ്റ്റ് ബട്ട് ആൾസോ ഡോക്യുമെൻറ്റ് ഓർ റെഫറൻസ് ഫോർ ഓൾ മാറ്റർ കണക്റ്റഡ് വിത്ത് ദ ഫോറസ്റ്റ്. എല്ലാം, അതായത് ഒരു ഫോറസ്റ്റിനെ പറ്റിയുള്ള ടിപ്പിക്കൽ ഒരു ഫോറസ്റ്റ് മാനേജ് ചെയ്യുമ്പോൾ ആ ഫോറസ്റ്റിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു റെഫറൻസ് ബുക്ക് അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓഫ് ഓൾ ഓപ്പറേഷൻസ് ഫോർ ദ മാനേജ്മെൻറ്റ് ഓഫ് ദാറ്റ് ഫോറസ്റ്റ്. വാട്ട് ഈസ് സസ്റ്റെയിൻഡ് ഈൽഡ് വെച്ചാണ് ഈ വർക്കിംഗ് പ്ലാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് ഈസ് എ sustained yield means continuous supply of the produce to the fullest capacity of forest from a unit area. ഓക്കെ, അതായത് ഒരു ഫോറസ്റ്റിന് മാക്സിമം പ്രൊഡ്യൂസ് കണ്ടിന്യൂസ് സപ്ലൈ, ഒരു ഗ്യാപ്പ് വരാതെ അതിൻ്റെ ഫുള്ളസ്റ്റ് കപ്പാസിറ്റിയിൽ കിട്ടുന്ന ഈൽഡാണ് സസ്റ്റൈനബിൾ എന്ന വേർഡ് അറിയാലോ. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കണ്ടിന്യൂറ്റി. The main aspects of sustained yield are continuity of growth and continuity of yield. ഒരു ഗ്യാപ്പും വരാതെ മാക്സിമം പ്രൊഡക്ട്സ് കണ്ടിന്യൂസ്ലി കിട്ടുക ഒരു ഫോറസ്റ്റിൽ നിന്ന്. അതായിരിക്കുമല്ലോ എപ്പോഴും ഏറ്റവും സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫോം. And in case of the state forest, the objects are principles of Indian forest are coming under National Forest Policy and the concerned state forest policy. Then you have studied about the forest policies of India. The first one in 1894. The main objectives are public benefit as the sole objective of management of public forest and maintenance of forest in hilly areas for protection of land, and in productive aspect preference to agriculture over forestry in cultural land. ഓക്കെ, അപ്പോൾ 1894 ഫോറസ്റ്റ് പോളിസി എന്ന് പറയുന്നത് പ്രിഫറൻസ് കൊടുത്തത് അഗ്രികൾച്ചറിനാണ്, അല്ലെങ്കിൽ മാക്സിമം ഫോറസ്റ്റ് ലാൻഡിന് പ്രൊഡക്റ്റ് ചെയ്യുക, മാക്സിമം റവന്യൂ ഗവൺമെൻറ്റിനും അതുപോലെ തന്നെ പബ്ലിക് ഫോറസ്റ്റിന് കൂടുതൽ ഈൽഡ് അല്ലെങ്കിൽ ഒരു എക്കണോമിക് ആസ്പെക്റ്റിലാണ് ഫോറസ്റ്റിനെ കണ്ടിരുന്നത്. ചെറിയൊരു രീതിക്ക് മാത്രമേ, ഹില്ലി ഏരിയാസിൽ മാത്രമേ പ്രൊട്ടക്ഷന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൂ. അതാണ് ഫസ്റ്റ് ഫോറസ്റ്റ് പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഗ്രികൾച്ചറിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്.
Then NFP 9052, it is the policy of independent India. And National Forest Policy 1952 has as saying a system of balanced and complementary land use. That a forest must be produce the most and deteriorate the least. ഒരു ഫോറസ്റ്റിൽ നിന്ന് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യണം, പക്ഷേ ഡിറ്റോറിയേഷൻ വളരെ കുറവുമായിരിക്കണം. ആ രീതിയിൽ ബാലൻസ് ചെയ്ത് വേണം ഒരു ഫോറസ്റ്റ് മാനേജ് ചെയ്യാൻ. Then checking denudation, soil erosion and sand dunes in the protection aspect, and establishing tree lands for the amelioration of physical and climatic conditions for the well-being of the people, and increasing supply of grazing small wood for agricultural implements, firewood and manure is for local people for social benefits, and sustained supply of timber and other forest produce required for defense, communication and industry. Maximum amount of revenue from above. ഈ പറഞ്ഞ എല്ലാത്തിൽ നിന്നും മാക്സിമം റവന്യൂ കിട്ടുന്ന രീതിയിലായിരിക്കണം മാനേജ് ചെയ്യേണ്ടത്. The policy also advocated a functional classification of India's forest to focus attention on the specific objective management in each case into functional classification കൂടി നാഷണൽ ഫോറസ്റ്റ് പോളിസി 1952 പറയുന്നുണ്ട്. റിവൈസ്ഡ് ക്ലാസിഫിക്കേഷൻ, that is forest, protection of forest and national forest, village forest and tree lands. Protection aspectൽ protection ഫോറസ്റ്റും ട്രീ ലാൻഡ്സ് എസ്തെറ്റിക് പർപ്പസിൽ നാഷണൽ ഫോറസ്റ്റ് റവന്യൂ അതിൻ്റെയൊക്കെ ബേസിൽ വില്ലേജ് ഫോറസ്റ്റ് ഫോർ social needs. And NFP 1988, the last policy of India. This NFP comes under 3 disciplines that are environmental conservation, that's regulation of climate, soil, water conservation and all, and production to meet the demands of existing and developing industries and defense, etc., and social aspect to meet the social needs of the community. Okay. And also the policy recognized the importance of working plan for the management of forest, emphasizing that the no forest should be permitted to be worked without an approved working plan. ഈ ഒരു നാഷണൽ ഫോറസ്റ്റ് പോളിസിയിലാണ് വർക്കിംഗ് പ്ലാനിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്യുന്നത്. വർക്കിംഗ് പ്ലാൻ ഇല്ലാതെ ഒരു ഫോറസ്റ്റും പെർമിറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. And also the national forest policy is about joint forest management. That is in India normally participatory forest management ആണ് ചെയ്യുന്നത്. അത് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, participatory forest management, because the national forest policy in 1988 realized the importance of local people's participation in forest conservation and management, and conferring the ownership of minor forest produce on forest dependent communities living in and around the forest. Okay. Also the national forest policy aims at sustainable forest management and bringing 1/3 of the land mass of the country under forest and tree cover. For this, the policy encouraging private land also to bring the country under 1/3 of land mass under forest cover.
After the National Forest Policy in 1952, the National Commission on Agriculture in 1976 suggested the need for a revised policy. Okay, they recommended some suggestions. First one, meeting the requirements of goods, industrial wood, wood for defense and communication and other wood materials, and second one, satisfaction of the present and future demands for protective and recreational function of the forest. നാഷണൽ ഫോറസ്റ്റ് പോളിസി 1894 മെയിനായിട്ടും സ്ട്രെസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ പർപ്പസിന് വേണ്ടി ഫോറസ്റ്റ് ലാൻഡ് യൂസ് ചെയ്യാം എന്ന രീതിക്കാണ് കൂടുതലും പറയുന്നത്. 1952 കൺസർവേഷൻ ആസ്പെക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ കൂടി നേഷൻ്റെ റവന്യൂ കൂട്ടാനുള്ള ആ ഒരു തരത്തിലാണ്, അല്ലെങ്കിൽ ഒരു നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡക്ട്സിനൊന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. ടിമ്പർ സ്പീഷീസിന് മാത്രമേ ഉള്ളൂ. ആ ഒരു നോൺ NTFP കേസിലാണെങ്കിലും സസ്റ്റൈനബിൾ ഈൽഡ് എന്നൊരു ഒബ്ജക്റ്റീവ് അതിൽ വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് നാഷണൽ കമ്മീഷൻ ഓൺ അഗ്രികൾച്ചർ ഈ ഒരു 2 റെക്കമെൻഡേഷൻ മെയിനായിട്ടും പറയുന്നത്. അങ്ങനെയാണ് നാഷണൽ ഫോറസ്റ്റ് പോളിസി laid stress on the importance of working plan and sustainable forest management, and also stress about joint forest management. Okay, then there is a draft national forest policy in 2018 that is also saying about the sustainable forest management and strengthen the participatory forest management and strengthening the ecological security.